കീൻ്റെ ഡിസൈനിൻ്റെ കാര്യത്തിലും ജാവ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു കീ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപക്ഷെ ഒരു ഹെഡ് ഫേഷ്യലിൻ്റെ ഡിസൈനും ഈ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ ഡിസൈനും ഈ ഒരു കീൻ്റെ ഡിസൈനും എല്ലാം തന്നെ ഒരുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ഓൺസ് അഗൈൻ ടു ഓട്ടോമാസ്ക് മലയാളം. ഇന്ന് ഞങ്ങളുടെ ചാനലിന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഒരുപാട് സന്തോഷങ്ങളാണ് ഇന്നത്തെ ദിവസം കൊണ്ട് ഞങ്ങൾ സാക്ഷാത്കരിച്ചത്. ഒന്നാമത്തെ സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ അഡ്രസ് വെരിഫിക്കേഷനും ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷനും എല്ലാം തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് നിങ്ങളാണ്. തികച്ചും ഈ ഒരു സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനലിന് ഒരു സ്പോൺസറെ കിട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ സ്പോൺസേർഡ് വീഡിയോ കൂടിയാണ്. നെയ്യാറ്റിൻകരയിലും ബാലരാമപുരത്തുമുള്ള സാംസങ് സ്മാർട്ട് കഫേസിൻ്റെ ഓണറായ ശ്രീ ജോഷി, അദ്ദേഹമാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവരുടെ ആ ഒരു സാംസങ് ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺസ് ഏത് വേണമെങ്കിലും നല്ലൊരു ഓഫറോട് കൂടി, ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ മാത്രം നല്ലൊരു സ്കീമോട് കൂടി വർക്കൗട്ട് ചെയ്ത് തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രണ്ട് ഷോപ്സിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആൻഡ് ഫോർ ദാറ്റ് വൺസ് അഗൈൻ വെൽക്കം ടു ഓട്ടോമാസ്ക് മലയാളം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ജാവയുടെ പെറാക്ക് എന്ന മോഡലാണ്. ഒരു ബോബർ വെഹിക്കിളാണ്. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. സോ ദാറ്റ്സ് ജാവ പെറാക്ക്. വളരെ പഴക്കം ചെന്ന ബ്രാൻഡുകളിൽ ഒന്നാണ് ജാവ. എന്നാൽ അതേ ബ്രാൻഡിൽ നിന്നും വളരെ പുതുമയോടുകൂടി വന്ന പ്രോഡക്റ്റ് ആയിരുന്നു പെറാക്ക്. ഒരുപക്ഷെ ഇന്ത്യൻ ടൂ വീലർ സെഗ്മെൻറ്റിൽ വളരെ യുണീക്നെസ് ആയ ഒരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ വളരെ യുണീക്നെസ് കൊണ്ടുവന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ജാവ പെറാക്ക്. ജാവ 42 ശേഷം വളരെ റീസെൻ്റ് ആയിട്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലോഞ്ച്. സിംഗിൾ സീറ്റർ ബോബർ ഡിസൈനോടുകൂടിയാണ് ജാവ ഇന്ത്യയിൽ അവതരിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഡിസൈൻ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പഴയ ലെജൻഡറി ജാവ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. വളരെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റാണ് ജാവ പെറാക്ക് എങ്കിൽ പോലും പഴമ കാത്തു സൂക്ഷിക്കുന്ന ഡിസൈൻ ഹാൻഡ്സ് ഓഫ് ഡ്യൂട്ടിയും. അതിനോടൊപ്പം തന്നെ 100/19 R18 ടയർ പ്രൊഫൈൽ കൂടി ചേരുമ്പോൾ വാഹനത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഫേസിലെ ഡിസൈൻ, അല്ലെങ്കിൽ ആ ഒരു മാസ്കുലിൻ ഫേസ് വളരെയധികം ഹൈലൈറ്റ് ആകുന്നുണ്ട്. ഫ്രണ്ട് ഡിസൈൻ നൊസ്റ്റാൾജിക് ഡിസൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് വളരെ ന്യൂജൻ ആയിട്ടാണ് ജാവ പെറാക്കിൽ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ജാവ 42-ൻ്റെയൊക്കെ ഒരു ടോട്ടൽ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പഴക്കം നല്ല രീതിയിൽ തന്നെ എടുത്തു കാണാൻ പറ്റും. പക്ഷേ ജാവ പെറാക്കിൻ്റെ സൈഡ് പ്രൊഫൈൽ ഇറ്റ്സ് വെരി യൂണിക്. ആ ഒരു സിംഗിൾ സീറ്റർ ബോബർ ഡിസൈനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും. ആ ഒരു സിംഗിൾ സീറ്റ് ആണെങ്കിലും അതിൻ്റെ ലേഔട്ട് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ഫീലോട് കൂടിയാണ് ഈ ഒരു വാഹനത്തിന് നൽകുന്നത്. എന്നാൽ ആ ഒരു മോണോഷോക്ക് ഡിസൈൻ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവന്ന ക്ലീഷേ ഡിസൈൻസ് എന്നൊക്കെ മാറി കുറേ കൂടി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് നമുക്ക് ഈ ഒരു വാഹനം ഓടിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. എനിവേ ഇറ്റ്സ് മാച്ചസ് ദി ഡിസൈൻ വെരി മച്ച്. അഗ്രഷൻ ഇൻ ദ ഡിസൈൻ, അത് സൈഡ് പ്രൊഫൈൽ മാത്രമല്ല റിയർ പ്രൊഫൈലും കുറച്ച് കൂട്ടിയിട്ടേ ഉള്ളൂ ജാവ പെറാക്കിൻ്റെ കാര്യത്തിൽ. യൂഷ്വൽ ബൈക്സിൽ കണ്ടുവരുന്ന ടൈൽ ലാമ്പ് പൊസിഷന് പകരം റൈഡർ സീറ്റ്സിന് താഴെയായിട്ടാണ് ടൈൽ ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പൊസിഷൻ വന്നിട്ടുള്ളത് ആസ് യൂഷ്വൽ സാധാരണ ബൈക്കുകൾ കണ്ടുവരുന്ന പോലെ തന്നെ റിയർ മഡ് ഗാർഡിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.
ഒരുപക്ഷേ ഇതൊരു സിംഗിൾ സീറ്റഡ് ബൈക്ക് ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നതിന് ആ ഒരു റിയർ മഡ് ഗാർഡ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റ് ജാവ പ്രോഡക്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പെരാക്ക് എന്ന് പറയുന്നത് കുറേ കൂടി ലോങ്ങർ ആണ്, മാത്രമല്ല ഹെവിയാണ് ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത്. കുറച്ചുകൂടി കർവ് വെയിറ്റൊക്കെ കയറിയിട്ടുണ്ട്. വീൽ ബേസ് കമ്പയർ ചെയ്യുവാണെങ്കിലും ഇത് വന്നിട്ട് 485 mm ആണ് വീൽ ബേസ്. ബട്ട് ഇതിൻ്റെ പ്രെഡിസസേഴ്സ് നോക്കുവാണെങ്കിൽ 369 mm ആണ് അതിൻ്റെ വീൽ ബേസ് വരുന്നത്. സോ ഈ ഒരു ബൈക്ക് തീർച്ചയായിട്ടും മറ്റ് വാഹനങ്ങളെക്കാളും ലെങ്ത് കൂടിയ ബൈക്കാണ്. പക്ഷേ ഹൈറ്റ് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് മറ്റ് ജാവ ബൈക്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. എനിവേ ഈ ചേഞ്ചസ് എല്ലാം തന്നെ ഈ വാഹനത്തിൻ്റെ കർവ് വെയിറ്റിനെ നല്ല രീതിയിൽ ബാധിച്ചു എന്ന് തന്നെ പറയാം. 9 കിലോഗ്രാം ആണ് ഈ ഒരു വാഹനം മറ്റ് ജാവ പ്രോഡക്റ്റിനേക്കാളും കർവ് വെയിറ്റിൻ്റെ കാര്യത്തിൽ കൂടി നിൽക്കുന്നത്. ജാവ പെരാക്കിൻ്റെ സീറ്റിങ്ങിൻ്റെ കാര്യത്തിലും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് റൈഡറിന് കിട്ടുന്നത്. ഒരു സ്ട്രെയിറ്റ് പോസ്ചറാണ് റൈഡറിന് കിട്ടുന്ന ഒരു സീറ്റിംഗ് പോസ്ചർ എന്ന് പറയുന്നത്. മാത്രമല്ല വളരെ വൈഡർ ആയിട്ടുള്ള ഹാൻഡിൽ ബാർ കൂടി ആകുമ്പോൾ നമ്മുടെ യാത്രകൾ തീർച്ചയായിട്ടും ഒരു കംഫർട്ടബിൾ പോസ്ചറിൽ ഇരുന്ന് തന്നെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഹാൻഡിൽ ബാർ ഇത്രയും വൈഡർ ആയതുകൊണ്ട് തന്നെ കോർണറിംഗ് ഒക്കെ നല്ല സ്റ്റേബിൾ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു പോരായ്മ എന്താണെന്ന് പറയാനായിട്ട് സീറ്റിലെ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ടൈറ്റ് ആയിട്ടുള്ള കുഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ട് ലോങ് ഡ്രൈവ് ഒന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് ഒരു കണ്ടിന്യൂസ് ഒരു 50 കിലോമീറ്റർ റേഞ്ചൊക്കെ ഓടുമ്പോഴേക്കും നല്ല രീതിയിൽ ബാക്ക് പെയിൻ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീറ്റിംഗ് മെറ്റീരിയൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സസ്പെൻഷൻ്റെ കാര്യത്തിലും ജാവ പെരാക്ക് കുറച്ച് ഹാർഡർ സൈഡ് തന്നെയാണ്. അത്യാവശ്യം സ്റ്റിഫർ ആയിട്ടുള്ള സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഇറഗുലർ റോഡ്സിലൂടെ ഡ്രൈവ് ചെയ്യുവാണെങ്കിലും റോഡ്സിലെ എല്ലാ പാച്ചസും നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് അത്രത്തോളം ഒരു ഹെൽത്തി സൈഡ് അല്ല. അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവ് പോകുന്നവർ അതിൻ്റെതായ റൈഡിങ് ഗിയേഴ്സ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു വാഹനം കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. സേഫ്റ്റി സൈഡ് നോക്കുവാണെങ്കിൽ ഡ്യുവൽ ഡിസ്ക് ബ്രേക്സും അതുപോലെ തന്നെ ഡുവൽ ചാനൽ ABSും ജാവ പെരാക്കിൽ കൊടുത്തിട്ടുണ്ട്. ബ്രേക്കിങ്ങിൻ്റെ കാര്യം ഒരു രക്ഷയില്ലാത്ത ബ്രേക്കിംഗ് ആണ്. നമ്മൾ എത്ര സ്പീഡിൽ ഓടിച്ചു പോയാലും നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ തന്നെ ഈ ഒരു വാഹനത്തിന് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. നല്ല ക്രിസ്പായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ആണ് ജാവ പെരാക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ റൈഡിങ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടുതലായിട്ട് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആകാനായിട്ട് കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഫാറ്റർ ടയർ പ്രൊഫൈൽ കൊണ്ടായിരിക്കാം. എനിവേ ബ്രേക്കിങ്ങിന് ഫുൾ മാർക്ക് തന്നെ നമ്മൾ ജാവ പെരാക്കിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. റൈഡിംഗ് എക്സ്പീരിയൻസിൽ നമുക്ക് ആദ്യം തന്നെ ജാവ പെരാക്കിൻ്റെ എഞ്ചിൻ ഓപ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു 334cc സിംഗിൾ സിലിണ്ടർ 6 സ്പീഡ് ലിക്വിഡ് കൂൾഡ് BS6 എഞ്ചിനാണ്. 30 bhp ആൻഡ് 31 Nm ടോർക്ക്. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഫിഗേഴ്സ്. തീർച്ചയായിട്ടും ഇത് ഇവരുടെ പ്രെഡിസസേഴ്സിനേക്കാളും കൂടിയ ഫിഗർ തന്നെയാണ്. സർട്ടിഫൈഡ് മൈലേജ് 35 km/ലിറ്റർ ആണെങ്കിലും നമുക്ക് അപ്രോക്സിമേറ്റ് സിറ്റി ഡ്രൈവിംഗ് കണ്ടീഷനിൽ ഒരു ഐഡിയൽ ട്രാഫിക് ഒക്കെ ആണെങ്കിൽ ഒരു 30 വരെ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു എഞ്ചിൻ്റെ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം വളരെ സ്മൂത്ത് എഞ്ചിനാണ്. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊക്കെ വളരെ സ്വീറ്റ് ആണ് കേൾക്കാനായിട്ട്. പക്ഷേ ഹയർ RPMലോട്ട് കയറുന്ന സമയത്ത് വൈബ്രേഷൻ നമുക്ക് ഫുഡ് പാക്സിലും സീറ്റ്സിലും ഹാൻഡിൽസിലും നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. വളരെ സ്മൂത്ത് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ഈ ഒരു വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ നമുക്ക് ഗിയർ ഓക്കെ ആയിട്ടുണ്ടോ എന്ന് പോലും അല്ലെങ്കിൽ എനേബിൾ ആയിട്ടുണ്ടോ എന്ന് പോലും നമുക്കൊരു ഡൗട്ട് ഫീൽ ചെയ്യും. അത്രയ്ക്ക് സ്മൂത്താണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ്. പക്ഷേ അവിടെയും ഒരു പോരായ്മ പറയാനായിട്ടുള്ളത് ക്ലച്ചിൻ്റെ ഫീലാണ്. വളരെ ഹാർഡാണ് ക്ലച്ച് ഫീൽ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് സിറ്റി ഡ്രൈവ് ഒക്കെ വരുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണെങ്കിലും ഇതിൻ്റെ 6th ഗിയർ എന്ന് പറയുന്നത് ഒരു ഓവർ റൈഡ് ഗിയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോവർ RPMൽ ഹയർ ഗിയറിൽ ഓടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് എൻജിൻ നോക്കിംഗ് ഫീൽ ചെയ്യുകയും ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യകതയുണ്ടെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട്. ജാവ പെരാക്കിൻ്റെ സ്പീഡോ കൺസോൾ നോക്കുവാണെങ്കിലും അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ ഡാറ്റാസും ഈ ഒരു സ്പീഡോ കൺസോളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ബാറ്ററി വാർണിംഗ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ലോ ഫ്യൂൽ വാർണിംഗ് ഉണ്ട്. അങ്ങനെ ഒരുവിധം നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു സ്പീഡോ കൺസോളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു റിവേഴ്സ് ലേഔട്ടിലാണ് ഇതിൻ്റെ സ്പീഡോ കൺസോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഒരു യുണീക്നെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയും പറയാനായിട്ട് ഒരു നെഗറ്റീവ് സൈഡ് കൂടിയുണ്ട്. കാരണം നമുക്ക് നോർമൽ സീറ്റിംഗ് പോസ്റ്ററിൽ ഇരുന്നാൽ ഒരു 40 കിലോമീറ്റർ വരെ മാത്രമേ ഈ ഒരു മീറ്ററിൽ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് മേളിലോട്ട് വരുന്ന സ്പീഡ്സ് എല്ലാം തന്നെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ മീറ്ററിലോട്ട് തന്നെ ഫോക്കസ് ചെയ്തൊന്ന് മുന്നിലോട്ട് ആഞ്ഞു നോക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മീറ്ററിലെ റീഡിംഗ് നമുക്ക് നോർമൽ പോസ്റ്ററിൽ വിസിബിൾ ആകുന്നത് 80 കിലോമീറ്ററിലാണ്. സോ സ്പീഡ് ലിമിറ്റ്സ് ഉള്ള സിറ്റീസിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും കൊണ്ടുവരുന്നതാണ്.
അപ്പോൾ ഓവറോൾ ഒരു റൈഡിംഗ് എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ജാവ പെറാക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 നെഗറ്റീവ് പോയിന്റ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ജാവ പെറാക്കിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ യുണീക്നെസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും പലരും നമ്മളോട് ഈ വാഹനം എങ്ങനെയുണ്ട്, ഫീഡ്ബാക്ക് എങ്ങനെയാണ്, മൈലേജ് എങ്ങനെയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കാരണം റോഡിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം യുണീക്കാണ്. അപ്പോൾ ഇനി ഈ വാഹനം എടുക്കണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. സിംഗിൾ പസംഗ ആണോ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം മേടിക്കാം. അല്ലാതെ ഫാമിലി റൈഡാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വാഹനം മേടിക്കാനായിട്ട് ആരും തന്നെ നോക്കണ്ട. ഈ വാഹനം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊട്ടടുത്ത ജാവ ഷോറൂമിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഈ ഒരു വാഹനത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഹാപ്പി ഹാവ് എൻജോയ്ഡ് ദ വീഡിയോ ആൻഡ് ദിസ് ഈസ് ആൻ സൈനിങ് ഓഫ് വിത്ത് ജാവ പെറാക്ക്. താങ്ക് യു.